യേശുക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 17-ാം വചനം. നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആഘാത വൃക്ഷമോ ആഘാത ഫലം കായ്ക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആഘാത വൃക്ഷമോ ആഘാത ഫലം കായ്ക്കുന്നു. കരീബിയൻ ദ്വീപുകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഇനം വൃക്ഷമാണ് മാഞ്ചിനിൻ. ഇത് മരണമരം, ട്രീ ഓഫ് ഡെത്ത് എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ഇലകളിൽ നിന്ന് വീഴുന്ന വെള്ളം പൊള്ളലേൽപ്പിക്കും. അതിൻ്റെ ഫലം നല്ല സുഗന്ധം ഉള്ളതാണ്, എന്നാൽ കൊടും എരിവുള്ളതാണ്. ഭക്ഷിപ്പാൻ വായും അന്നനാളവുമൊക്കെ ചുട്ടേറിയും വയറുകൾക്കും ഛർദിയും ഉണ്ടാകും, മരണവും സംഭവിക്കും. അതിൻ്റെ കരയിൽ ഉള്ള ഫുട്ബോൾ ആണ് അപകടകാരി. ബീച്ച് ആപ്പിൾ എന്ന് വിഷപ്പേർക്ക് എന്നും അവയെ വിളിക്കാറുണ്ട്. ആഘാത വൃക്ഷം പോലെ കരീബിയൻ ദ്വീപുകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഇനം വൃക്ഷമാണ് മാഞ്ചിനിൻ. ആഘാത വൃക്ഷം പോലെ അപകടകാരികളാണ് ആഘാത മനുഷ്യർ. നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആഘാത വൃക്ഷമോ ആഘാത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിനും ആഘാത ഫലവും ആഘാത വൃക്ഷത്തിനും നല്ല ഫലവും കായ്പാൻ കഴിയില്ല. ഇതുപോലെ അകം ശുദ്ധി ഇല്ലാത്തവർക്ക് ആത്മാവിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ആകില്ല. ഹൃദയത്തിൽ ഇരിക്കുന്ന ഫലമാണ് അധരത്തിലൂടെ പുറത്തു വരുന്നത്. വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലതു ആയിരിക്കും. വൃക്ഷം മോശം ആണെങ്കിൽ ഫലവും മോശം ആയിരിക്കും. നല്ല ഫലം നല്ല ഫലം തന്നെ കൊടുക്കും, ആഘാത വൃക്ഷം ആഘാത ഫലം തന്നെ കൊടുക്കും. ഫലത്തിൽ കൂടെയാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. മനസ്സിൽ ദുഷ്ടത സൂക്ഷിക്കുന്നവർക്ക് നല്ലത് സംസാരിപ്പാൻ കഴിയില്ല. ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നാണ് വായ് സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കാം. ദുഷ്ടതയും ചതിവും വ്യാജ്യവും ഒഴിവാക്കി നല്ല ഫലം കായ്ക്കാം. നമ്മുടെ നല്ല പ്രവർത്തികൾ നോക്കിയാൽ പലർ നമ്മിൽ യേശുവിനെ കാണും. ആ മാതിരി നമ്മിൽ ഉണ്ടെങ്കിൽ അനേകർ യേശുവിനെ തേടി വരും. അത് നമുക്ക് സാധ്യമാക്കണം. അപ്പം ദൈവം നമ്മിൽ സന്തോഷിക്കും. ദൈവം നമ്മിൽ
സമാധാനം പുലർത്തും, പരിശുദ്ധാത്മാവിനെ പുലർത്തും. നാം നല്ല ഫലം കായ്ക്കും. ആ നല്ല ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.